പേര് സുശീല ദേവി, മെയ്ഡ് ഇൻ 916 കൊല്ലം. കോമേഴ്സാണ് എൻ്റെ ടീച്ചിങ് സബ്ജക്റ്റ് എങ്കിലും ഇപ്പോൾ കോമഡിയാണ് എൻ്റെ ടച്ചിങ് സബ്ജക്റ്റ്. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റ് പണ്ടത്തെ കുട്ടികളെ കുറിച്ചാണ്. എന്താണ് ഈ പണ്ടത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ 1990 മുതൽ 95 വരെ അവരുടെ പഠിത്തമൊക്കെ പൂർത്തിയാക്കിയ ആൾക്കാരാണ് പണ്ടത്തെ കുട്ടികൾ. അവരെന്ന് പറഞ്ഞാൽ എന്താണ്? നിഷ്കളങ്കതയുടെ നിറകുടങ്ങളാണ്, പൊട്ടിത്തകരാത്ത പൊന്നും കുടങ്ങളാണ്, നേരിൻ്റെ തങ്കക്കുടങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, പിന്നെ പറയാം. ഇങ്ങനെ ഇവരെന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് ഈ എന്തുവാ പോത്ത് ജീവിതം, ആട് ജീവിതം, ആ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യപ്പെടുന്നവരാണ് നാച്ചുറൽ ലെവൽ, അതായത് എന്തുവാ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കും ഉണ്ടായിരുന്നു പോപ്പിക്കുടകൾ. അവരുടെ പോപ്പിക്കുടകൾ എന്ന് പറഞ്ഞാൽ റെയിനി സീസൺ ആകുമ്പോഴത്തേന് ഈ വാഴയിലയും അതുപോലെ തന്നെ ചേമ്പിൻ്റെ ഇലയൊക്കെ ആയിരിക്കുന്നു അവരുടെ പോപ്പിക്കുടകൾ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒരു ഗ്ലാസ് വെള്ളത്തിലങ്ങ് കുടിച്ചങ്ങ് തീർക്കും, അത്രേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ ഇരു ചെവിയൊന്നും അറിയത്തില്ല. അല്ല, സാധാരണ കോഴി മുട്ടയിട്ടാൽ ഇട്ട വിവരം മറ്റുള്ളവരെയൊക്കെ അറിയിക്കത്തില്ലയോ? അതുപോലൊന്നുമല്ല പണ്ടത്തെ കുട്ടികളല്ലോ, ഇട്ട വിവരം ആരെയും അറിയിപ്പിക്കത്തില്ല. അങ്ങനെയുള്ള കുട്ടികളായിരുന്നു. പിന്നെ ഇവരെ സംബന്ധിച്ചെന്ന് കാലിൽ ആണി ഉണ്ടായത് കൊണ്ടാണോ ചെരുപ്പില്ലാത്തത് കൊണ്ടാണെന്നോ ഇവർക്ക് മറ്റുള്ളവരൊന്നും വഹിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. എടുത്തുചാട്ടക്കാരും അല്ലായിരുന്നു. ഈ പേരൻസ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാമാൻഡ് ക്വയറ്റായിരിക്കും, ഒരക്ഷരം തിരിച്ചു പറയത്തില്ല. ഒള്ളി എക്സ്പ്രഷനിലൂടെ ആയിരിക്കും അവർ പ്രകടമാക്കുന്നത്. 3 എക്സ്പ്രഷനിലൂടെയാണ് അവർ പ്രകടമാക്കുന്നത്. ഇനി പേരൻസ് എന്തെങ്കിലും ഒന്ന് ചോദിച്ചെന്നിരിക്കട്ടെ, നീ എന്തെങ്കിലും ഇന്ന ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല എന്ന് ഇപ്പോഴത്തെ കുട്ടികൾ പറയുമെങ്കിലും ഇവരങ്ങനെ പറയത്തില്ല കേട്ടോ. ഇവർ പറയത്തില്ല, എക്സ്പ്രഷനിലൂടെയാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ കുളക്കടവിലെ കുണ്ടമ്മാക്രിയെ പോലാണ്. ഇത് കുളക്കടവിലെ കുണ്ടമ്മാക്രി, കുളക്കടവ് കണ്ടിരിക്കണം, കുണ്ടമ്മാക്രിയെ കണ്ടിരിക്കണം. പണ്ടുള്ള കുട്ടികൾ കുണ്ടമ്മാക്രിയെ കണ്ടിട്ടുണ്ട്. അതായത് കണ്ണ് മാത്രം ഇങ്ങനെ തുറിച്ചിങ്ങനെ നിൽക്കും, ഒരക്ഷരം മിണ്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് എങ്ങാണ്ട് പോക്കറം എന്ന് പറയും. ഈ പോക്കറം എന്ന് പറഞ്ഞത് നോക്കാന്നാണ്. ഇനി രണ്ടാമത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥി ഒരാഴ്ച കഴിഞ്ഞിട്ട് പബ്ലിക്കിനെ നോക്കുന്ന ഒരു നോട്ടം ഉണ്ട് കേട്ടോ. ഇനി എനിക്കതെങ്ങനെ അറിയാമെന്ന് ചോദിക്കും. ഞാൻ ഇലക്ഷൻ നിന്നിട്ടുണ്ട്. 108 വോട്ടിന്റെ വൻപിച്ച ഭൂരിപക്ഷത്തിലാണ് ഞാൻ തോറ്റത്. അതുകൊണ്ട് എനിക്കറിയാം അതിന്റെ വിഷമം. എല്ലാവരും ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള നോക്കുന്ന നോട്ടമല്ലേ നോക്കിയത്. ഞാൻ 3 മാസം വെളിയിലോട്ട് ഇറങ്ങിയില്ല. പിന്നെ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല, എനിക്ക് അവരെ ഫേസ് ചെയ്യാൻ തോന്നിയില്ല. എന്നാൽ ഇവിടുത്തെ നോക്കിയേ, ഒരാഴ്ച കഴിഞ്ഞിട്ടോട്ട് ഇറങ്ങുവാണേ ആര്? ഈ ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥികൾ എങ്ങനെയാ നോക്കുന്നത്? മിണ്ടത്തില്ല, അവർ മിണ്ടാട്ടമില്ല, അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ആ എക്സ്പ്രഷനിലൂടെയാണ് പോകുന്നത്. അതായത് പബ്ലിക്കിൽ നിന്ന് അവർക്കൊന്നും റിയാക്ഷൻ ഇങ്ങോട്ടും കിട്ടണ്ട, ഇവരങ്ങോട്ടൊട്ട് പറയത്തുമില്ല. അതാണ്, അതായത് പേരൻസ് എന്തെങ്കിലും ചോദിച്ചാലുള്ള റിപ്ലൈ ഇങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ അതുപോലെ മൂന്നാമത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞത് ഈ വണ്ടി 2 വീലറിനകത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലേഡീസാണ് സാധാരണ മറിഞ്ഞടിച്ച് വീഴുന്നത്. അവർ വീണ് കഴിഞ്ഞാൽ ഒരൊറ്റ കിടപ്പം കിടക്കും. പിന്നെ പതുക്കെ ഒന്ന് തലപൊക്കി നോക്കും, ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു നോട്ടം നോക്കും. നോക്കിക്കഴിഞ്ഞതിന് ശേഷം അവർ വണ്ടി പൊക്കത്തില്ല. ആദ്യം വണ്ടിയല്ല എഴുന്നേക്കുന്നത്, അവർ പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും. വണ്ടി പൊക്കാൻ വേറെ ആരെങ്കിലും കയറി വരും, അങ്ങനെ പൊക്കിക്കൊണ്ട് വെച്ചോളും. ആ റിയാക്ഷനിലൂടെയാണ് എന്തോ നടക്കുന്നത്. ഈ പേരൻറ്റ് എന്തെങ്കിലും പറയുമ്പോഴത്തുള്ള അവരുടെ ഒപ്പീനിയൻ അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ തന്നെ പണ്ടത്തെ കുട്ടികളുടെ വിവാഹ ജീവിതം, പണ്ടത്തെ തലമുറയുടെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞത് ജാതകം, പൊരുത്തം, വിശ്വാസം എന്നതിലൂടെ മാത്രമേ നടക്കത്തുള്ളൂ. പ്രത്യേകിച്ച് അവർക്ക് ആണിനോ പെണ്ണിനോ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അവൻ്റെ കല്യാണം നടക്കണമെങ്കിൽ 30 വയസ്സെങ്കിലും ആവും. ഈ ജ്യോത്സ്യനൊക്കെ കല്യാണത്തിനായിട്ട് ഈ അവരുടെ ജാതകങ്ങളൊക്കെ അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് രാഹുവും കേതുവും ശനിയും ചൊവ്വയൊക്കെ എവിടെങ്കിലും പോയി കിടക്കുമായിരിക്കും. അപ്പോഴത്തേനും ജ്യോത്സ്യം പറയും, എടാ രാഘവേ, നീ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നിന്നെ മാറ്റി വേണം നോക്കട്ടെ. പിന്നെ ശനിയോടെ പോയി കിടക്കും, അവൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയി കിടക്കുമായിരിക്കും. ഇറങ്ങി വേണം ഇങ്ങോട്ട്. ആ ശനിയെ എടുത്തോണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. എടാ അപ്പോഴാണ്ട രാഘവും ശനിയെ കയറി വന്നോളൂ. പിന്നെ ചൊവ്വ വന്നില്ല. എടാ ചൊവ്വ, നീ എവിടെ പോയി കിടക്കുവാടാ? നീ കാരണമല്ലേടാ ഈ ആണും പെണ്ണും കൂടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇതുങ്ങളുടെ കല്യാണം നടക്കുമോ? മര്യാദയ്ക്ക് ഇറങ്ങി വാടാ. പിന്നെ ചൊവ്വയും പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഈ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ജാതകമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ട് എല്ലാം റെഡിയാക്കി എടുത്ത് കല്യാണവും നടത്തി അതിൻ്റെ കതിനാവടിയും പൊട്ടി കഴിയുമ്പോഴത്തേന് പാപം പിടിച്ച പണ്ടത്തെ തലമുറയിലെ കുഞ്ഞുങ്ങളുടെ ആ കല്യാണപ്രായം ചൊവ്വാദോഷമുള്ളതിൻ്റെ ആണേ, വേറെയൊന്നും അല്ല. 30 അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 30 വയസ്സെങ്കിലും കഴിഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ആണെങ്കിലോ പഠന സമയത്ത് തന്നെ 100 സപ്ലി ഉണ്ടെങ്കിലും
അവരുടെ സേവ് ദ ഡേറ്റ് അവരവരുടെ പേരൻസിനെ അറിയിച്ചിരിക്കും. പേരൻസ് ആണെങ്കിലോ ഈ കെണിപ്പട്ടിയിൽ അകപ്പെട്ട അതുണ്ടല്ലോ, കെണിപ്പട്ടിയിൽ ആരാ അകപ്പെടുന്നത്? എലി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് അവസാന ആവശ്യമായിട്ട് ദാറ്റ് മീൻസ് നടത്തിത്തരാം, അത്രയായിരിക്കും കേട്ടോ. അതങ്ങനെയാണ് പോകുന്നത്. അവിടെ ഒരു ചൊവ്വാദോഷവും ഇല്ല. അവിടെ ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ അവർ മൈൻഡ് ചെയ്യാറുമില്ല. ഇനി പണ്ടത്തെ കുട്ടികളുടെ ജീവിതം എന്ന് പറയുന്നത് പാരകൾ തകർത്ത ജന്മമായിരുന്നു. പാരകൾ തകർത്ത ജന്മം. ആരൊക്കെയായിരുന്നു പാരകള്? അമ്മാവന്മാര്, ചിറ്റപ്പന്മാര്, അപ്പുറത്തെ കുരു വന്ന വല്യച്ഛനും വല്യമ്മച്ചിയും, ഏതാണ്ട് കണ്ടം പൂച്ചയുടെ ചുറ്റുള്ള ഒരു അമ്മാവൻ ഇങ്ങോട്ട് കയറി വരും. അതോ അത് നടക്കുന്ന നടപ്പോ 4 വീലുകളും ഈ പഞ്ചറായ അല്ലെ 4 കാലും കാറ്റുപോയ ഓർഡിനറി വണ്ടി ഉണ്ടല്ലോ, അതുപോലെ ഇങ്ങോട്ട് നടന്നു കയറി അങ്ങോട്ട് വരും. എന്തു പറഞ്ഞാലും കുറ്റമാണ്. പിള്ളേർ എന്തെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിക്കാന്ന് വെച്ചാൽ അതിനെ അവർ വേറെ ഏതാണ്ട് ബോംബിട്ട പോലെ അങ്ങോട്ട് കാണിച്ചിട്ട് ഇവർക്ക് വധശിക്ഷ മേടിച്ചു കൊടുക്കുന്ന സുപ്രീം കോർട്ട് ജഡ്ജാണ് ആര്? അമ്മാവന്മാർ. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഇഷ്ടംപോലെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൂടുതലായിട്ട് ഇവരിങ്ങനെ ഉപദേശിച്ച് അഡ്വൈസ് ചെയ്ത് ഇവർക്ക് റീചാർജ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ആർക്ക്? പണ്ടത്തെ കുട്ടികൾക്ക്. ഈ അങ്ങനെ അഡ്വൈസ് കൊടുത്ത് തന്നെ അവസാനം ഈ അമ്മാവന്മാരും പേരൻസും എങ്ങനെ ആവുമെന്നറിയാമ്പോഴത്തേന് പിന്നെ ഈ എലിവിഷം കഴിച്ച പെരിച്ചാഴി ഉണ്ടല്ലോ, കോവളം ബീച്ചിൽ കിടക്കുന്ന പോലെ ഒരു കിടപ്പം കിടക്കും. പറഞ്ഞാൽ അത്രത്തോളം അഡ്വൈസാണ് ഇവർ കൊടുത്തത്. അഡ്വൈസ് കിട്ടിയാലും അവർക്ക് അത്രയും നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു വേറെ കാര്യമുണ്ട്. സ്കൂളിൽ ചെന്ന് നമ്മൾ പരീക്ഷയൊക്കെ കഴിയുമ്പോഴത്തേനും പണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു, നമുക്കതിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടത്തില്ലയോ? പണ്ടുള്ള കുട്ടികൾക്കാ കിട്ടുന്നത്. ഇപ്പോഴും പ്രോഗ്രസ് റിപ്പോർട്ടൊന്നും ഇല്ല. പ്രോഗ്രസ് റിപ്പോർട്ടും കൊണ്ടുവന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് പേരൻസിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേനും അവർക്ക് എന്തൊരു ഗമയാണെന്നറിയാമോ? അവിടെ ക്ഷമാപണവും പൊട്ടിക്കരച്ചിലും ജഗപൊകയൊക്കെ നടന്നാലും ഇവർ ഒപ്പിട്ട് കൊടുക്കത്തില്ല. ആദ്യമൊന്നും ഒപ്പിട്ട് കൊടുക്കത്തില്ല. ഒപ്പിട്ട് കൊടുക്കാതെ പിന്നെ അവരങ്ങോട്ട് നോക്കും, നീ കണക്കിനങ്ങ് കുറഞ്ഞു പോയല്ലോടാ. അന്നേരം ആ പാവം കൊച്ചു പറയും, എന്നാലും ഞാൻ ബയോളജിക്ക് അങ്ങ് കയറിയില്ലയോ, നീ ഇംഗ്ലീഷിനങ്ങ് താന്നു പോയല്ലോ, ഞാൻ മലയാളത്തിനങ്ങ് പൊങ്ങി നിൽക്കുമല്ലയോ, നീ ഹിന്ദിക്ക് എന്താടാ മാർക്ക് അങ്ങോട്ട് കയറ്റമൊന്നും വരുന്നില്ലല്ലോ, ഞാൻ ഹിസ്റ്ററിക്ക് അങ്ങ് കയറി പോകുന്നില്ലയോ, അതിനെങ്കിലും നിങ്ങളൊന്ന് ഒപ്പിട്ട് തരാൻ പറയും. അവസാനം ഒപ്പും മേടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു സമാധാനത്തോടു കൂടിയാണ് പോകുന്നത്. ഇപ്പോഴാ സിസ്റ്റം അങ്ങനെയൊന്നും ഇല്ല. ഇനി സ്കൂൾ കാലഘട്ടം ഒന്നും പറയണ്ടേ ദൈവമേ. ഈ അവിടെ ആദ്യമായിട്ടൊരു കണക്ക് സാറും പിന്നെ അതുപോലെ ഹിന്ദി ടീച്ചറുമായിരുന്നു അവരുടെ ഒന്നാന്തരം പാരകൾ. ഈ കണക്ക് സാർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നതെന്ന് പോലും അവർക്കറിയത്തില്ല. ബിന്ദു, രേഖ, സർക്കിള്, വൃത്തമുണ്ടല്ലോ, അതെല്ലാം കൂടെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടുകാരികൾ ചോദിക്കും, ഈ ബിന്ദുവിനെയും രേഖേനെയും ഇതുവരെ കെട്ടിച്ചു വിടാനായിട്ടില്ലയോ, എന്തിനാണ് ഇപ്പോഴും ഈ കണക്ക് സാർ ഇതും വെച്ചോണ്ടിരിക്കുന്നതെന്ന്, എന്തിനാണ് ഇത് വെച്ചോണ്ടിരിക്കുന്നത്? ബിന്ദുവിനെ രേഖേനെ ഒരു കുത്തും വരച്ചിട്ട് ഒരു വരയും വരയ്ക്കും. ഇവരെ അങ്ങ് പറഞ്ഞു വിട്ടൂടെ? ആറ് വിടത്തില്ല. പിന്നെ ഒരു സർക്കിള്. ഈ സർക്കിള് വരയ്ക്കുന്നത് എന്തൊക്കെയാണ്? ഈ ബോർഡ്സിനകത്തിരിക്കുന്ന ഞാൻ പറയാനുള്ള കണക്ക് സാറിന് ആദ്യമേ പഠിപ്പിക്കേണ്ടത് കണക്കിൻ്റെ ചാപ്റ്റർ അല്ല, ആ ബോർഡ്സിനകത്തിരിക്കുന്ന ആ ഒരു സാധനങ്ങളുണ്ടല്ലോ, കണ്ടൻസോ ബോർഡ്സ്. ഈ കണ്ടൻസോ ബോർഡ്സിൻ്റെ ഏതൊക്കെയാണ് അതിൻ്റെ യൂസസ്, എന്തൊക്കെയാണ്, ഏതൊക്കെ സാധനങ്ങളാണ്. ഇപ്പം എൻ്റെ അടുത്ത് അന്ന് കൊച്ചു കുട്ടികളോട് അവരോട് ചോദിക്കും, നിൻ്റെ പൊട്രാക്ടർ എവിടാന്ന് ചോദിക്കും, നിന്റെ ഡിവൈഡർ എവിടാന്ന്. നമുക്കൊരു ഒന്നും അറിയത്തില്ല. എന്നാലും അതിലേതാണ് പൊട്രാക്ടർ, അതിലേതാണ് ഡിവൈഡർ, അതിലേതാണ് കോമ്പസ് ഒന്നും അറിയത്തില്ല. പൊട്രാക്ടർ വെച്ചാലും ഡിവൈഡർ വെച്ചാലും കോമ്പസ് വെച്ചാലും മൊത്തത്തിൽ അങ്ങ് ബോർഡ്സ് എടുത്ത് കൊടുക്കും. നീ അതിനകത്ത് ഏതാന്ന് വെച്ചാൽ അങ്ങ് എടുത്തോളാൻ പറയും. നമുക്കിതൊന്നും അറിയത്തില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ട മര്യാദ ഈ കണക്ക് സാറിന് ഇല്ലയോ? ഉണ്ടല്ലോ. സർക്കിൾ വരയ്ക്കാൻ പറയും. സർക്കിൾ വരയ്ക്കാനായിട്ട് എന്തോ ഉള്ളത്? ഒന്നുമില്ലെന്നേ. മണ്ട പോയ തെങ്ങിൻ്റെ കൂട്ടുള്ള 2-3 കുറ്റി പെൻസിലുകളുണ്ട്. ഇതുകൊണ്ടല്ലേ സർക്കിൾ വരയ്ക്കാൻ വെക്കുവോ? പിന്നെ അതുപോലെ തന്നെ ഫിഗർ പോയ 3-4 കഷ്ണം ഫിഗർലെസ് സ്കെയിലുകളുണ്ട്. ഈ സർക്കിൾ വരയ്ക്കാൻ തുടങ്ങുമ്പോൾ എന്തോത്തിനകത്താണ് വരയ്ക്കുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. കോമ്പസ് എടുക്കാൻ പറയും, വേറെ ഏതാണ്ടൊക്കെ എടുക്കും. പിന്നെ ആരെങ്കിലും എന്തോ എടുക്കും നോക്കുമ്പോഴത്തേന് കുഴിയുള്ള ഏതാണ്ട് എടുത്ത് ഈ പെൻസിൽ അങ്ങോട്ട് കുത്തിക്കയറ്റും. പെൻസിൽ അങ്ങോട്ട് കുത്തിക്കയറാൻ ഒക്കത്തില്ല. പെൻസിൽ വെറും സ്കെൽറ്റാണ്. അതിന് 7-ാം മാസം കണ്ട പ്രസവിച്ചെന്ന് തോന്നുന്നു. അതിന് പ്രതിരോധ ശക്തി ഇല്ല. അതുപോലെ തന്നെ വേറെ ഒന്നുമില്ല, ആരോഗ്യമൊന്നുമില്ല. അതിനങ്ങോട്ട് കുത്തിക്കയറ്റി കഴിഞ്ഞതിന് ശേഷം അതങ്ങോട്ട് ഇരിക്കത്തില്ല. ഇരിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരിച്ചിരി പേപ്പർ എടുത്ത് അതിനകത്തൊട്ടൊന്ന് കുത്തിക്കയറ്റിയിട്ട് അതിനെ റെഡിയാക്കി അങ്ങ് എടുത്ത് ഒരൊറ്റ വരപ്പങ്ങ് വരയ്ക്കും. കിട്ടത്തില്ല, സർക്കിൾ കിട്ടത്തില്ല. മോഹൻലാൽ സർക്കിളാണ് കിട്ടിയത് എനിക്ക്. ആ സ്പോട്ടിൽ തന്നെ എനിക്ക് അടി വീണു. മോനെ പോയി. എൻ്റെ അല്ല, പെൻസിലിൻ്റെ. പിന്നെ നമ്മൾ കുറിപ്പിക്കാൻ പോകണം. പിന്നെയും എന്തോ കുറിപ്പിക്കാൻ പോകണമെങ്കിൽ നമുക്ക് കട്ടറുണ്ടോ? ഇല്ല. എത്ര പേരോട് ഇരന്നിട്ടാണെന്നറിയാമോ ഒരു കട്ടർ മേടിക്കുന്നത്? ഈ യമകണ്ഠ കാലവും പുളിക കാലവും വേറെ ഏതാണ്ടൊക്കെ കാലം കൂടെ കയറി വരുമ്പോഴാണ് പിന്നെയും കയറി വരുന്നത് ഒരു ഹിന്ദി ടീച്ചർ. എന്തോത്തിനാ? ഈ ഹിന്ദി ടീച്ചർ അങ്ങ് പഠിപ്പീടാണ്. ഏക്ക് തോൻ 3 4 5 6 7 8 9 10. അത്രയും മാത്രമേ സത്യത്തെ എനിക്കറിയത്തുള്ളായിരുന്നു.
ഫ്രണ്ട് ബെഞ്ചിലാണ് എന്നെ കൊണ്ട് ആരോണ്ട് ഇരുത്തി. എന്നോടുള്ള വിരോധം കൊണ്ടാണെന്ന് അറിയത്തില്ല, ഫ്രണ്ട് ബെഞ്ചിലാണ് കൊണ്ട് ഇരുത്തിയത്. എന്തിനാ ക്വസ്റ്റ്യൻ വരുന്നതുകൊണ്ട് എന്നോട് ആദ്യമേ തൊട്ട് ടീച്ചർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഫസ്റ്റ് ബെഞ്ചിൽ അതാ एक തൊട്ട് തുടങ്ങാൻ പറയും. 50 വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നേരം അവിടെ ഏക്ക് തോന്നി 4 5 സാധാരണ 10 വരെ അറിയത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. എല്ലാവരും നിൽക്കും, എല്ലാത്തിനും അടിയും കിട്ടും. അടി കിട്ടി കഴിഞ്ഞിട്ട് അത് ഞങ്ങൾ നോക്കിച്ചിരിക്കും. പിറ്റേന്ന് ടീച്ചർ ഇങ്ങോട്ട് വരും, ലാസ്റ്റിൽ തുടങ്ങും ഏക്ക്. ലാസ്റ്റിൽ തുടങ്ങിയ ഏക്ക് എന്തോ 10 കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല. ഫ്രണ്ടിൽ ഞങ്ങൾക്ക് അടി കിട്ടും, അത് ഷുവറാണ്. ഈ ഏറ്റവും 50 വരെ പഠിപ്പിക്കുന്ന ടീച്ചർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഹിന്ദിക്ക് എന്തിനാ ഏറ്റവും 4 പഠിപ്പിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ 1 2 3 പഠിച്ചിട്ടില്ലയോ? 100 വരെ എന്ത് പാടുപെട്ടാ പഠിച്ചെന്നറിയാമോ? പിന്നെ മലയാളത്തിൽ നമ്മൾ 1 2 3 പഠിക്കുന്നില്ലയോ? പിന്നെ എന്തിനാ ഹിന്ദിക്കകത്ത് ഈ ഏറ്റവും 4 കയറി വരുന്നത്? എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നത്? പിള്ളേരെ എങ്ങനെ വഷളാക്കാൻ വേണ്ടി? പിള്ളേർക്ക് വയ്യ. വീട്ടിൽ ചെന്നാലോ അമ്മാവന്മാരും ചിറ്റപ്പന്മാരും പിന്നെ പേരൻസും, ക്ലാസ്സിലോട്ട് വന്നാലോ കണക്ക് സാറ്, പിന്നെ ഹിന്ദി ടീച്ചർ, ഇവരെയൊക്കെ കൊണ്ട് മനമെടുത്ത ജന്മങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നു പണ്ടുള്ളത്. ഒരു ദിവസം ഈ ഏക്തോന്നിഞ്ചാറ് എന്തായാലും ഫസ്റ്റിൽ നിന്ന് തുടങ്ങും, ലാസ്റ്റിൽ നിന്ന് തുടങ്ങും. ടീച്ചറിന് ട്രിക്ക് മനസ്സിലായി. അവസാനം ഞാനാണ് എൻ്റെ നോട്ടപ്പുള്ളി. എന്നോടൊരു പ്രാവശ്യം ടീച്ചർ പറഞ്ഞു, നീ നാളെ വരുമ്പോൾ 1 മുതൽ 50 വരെ ചൊല്ലുകയും വേണം, എഴുതി തരികയും വേണമെന്ന്. സത്യത്തിൽ അന്ന് കിടുങ്ങിപ്പോയതാണ് എൻ്റെ കിടുങ്ങാച്ചിയമ്മ പുരസ്കാരം. അത് വീണ്ടെടുക്കാനായിട്ട് എനിക്ക് സ്കൂൾ തലം വിടേണ്ടി വന്നു. അതായത് കോളേജ് തലത്തിലായപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഹിന്ദി എന്താണെന്ന് അറിയാവുന്നത്. ഓക്കെ, നമസ്കാരം.